കഴിഞ്ഞ ദിവസം ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി സൗദി അറേബ്യയായിട്ട് ഒരു സ്പെഷ്യൽ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയും ഉക്രൈനും യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 കൊല്ലത്തോളം ആയിട്ടുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം പോലും ആയിട്ടില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം ഉണ്ടായിട്ടും ഈ രണ്ട് യുദ്ധങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഈ രണ്ട് യുദ്ധങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. കൂടാതെ എന്തുകൊണ്ടാണ് സെലൻസ്കി അപ്രതീക്ഷിതമായി മിഡിൽ ഈസ്റ്റിൽ പ്രത്യക്ഷപ്പെടുന്നതെന്നും അതിന്റെ പിന്നിൽ നടക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, ഉക്രൈനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഡീൽ എന്ന് പറയുന്നത് ഡിഫൻസ് കോർപ്പറേഷൻ ഡീലാണ്. അതായത് സെലൻസ്കി മുഹമ്മദ് ബിൻ സൽമാനെ കാണുന്നതിന് മുൻപാണ് ഈ ഡീല് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷം സെലൻസ്കി പറഞ്ഞത് ഭാവിയിൽ ഈ കരാർ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ടെക്നോളജി സഹകരണത്തിനും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റിനും കാരണമായി തീരുമെന്നാണ്. ഈ കരാറിന്റെ ഭാഗമായി ഉക്രൈൻ സൗദി അറേബ്യക്ക് അവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ നൽകുകയും അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങൾ നൽകി സഹായിക്കും. പകരം സൗദി അറേബ്യ എന്താണ് ചെയ്യേണ്ടത്? സൗദി അറേബ്യ ഉക്രൈൻ ഡെവലപ്പ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പുതിയ യുദ്ധോപകരണങ്ങളുടെ ഡെവലപ്മെന്റിനും റിസർച്ചിനും വേണ്ടുന്ന പണം നൽകി ഉക്രൈനെ തിരിച്ചു സഹായിക്കണം. ഇവിടെ എന്താണ് ഉക്രൈൻ അർത്ഥമാക്കുന്നത്? ഉക്രൈൻ അർത്ഥമാക്കുന്നത് റഷ്യയുടെ ആക്രമണത്തിനെതിരെ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പല റിസർച്ച്, അതായത് R&D പ്രോഗ്രാമുകൾ യുക്രൈനുള്ളിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അതുപോലെ യുദ്ധം നടത്തുവാനായിട്ട് നല്ല രീതിയിൽ പണച്ചെലവ് ഉക്രൈൻ നേരിടുന്നുണ്ട്. അതുകൊണ്ട് സൗദി സാമ്പത്തിക സഹായം ഉക്രൈന് നൽകുകയും റിസർച്ച് എൻഹാൻസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സൗദി അറേബ്യ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. ആരാണ് ആക്രമിക്കുന്നത്? ഇവിടെ ആക്രമിക്കുന്നത് ഇറാനാണ്. ഇറാൻ ഇവിടെ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ സൗദി അറേബ്യയുടെ മേൽ ആക്രമണങ്ങൾ ഡെയിലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു ഡിഫൻസ് ഡീല് സൈൻ ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. ഈ ഡീലിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഈ ഡീലിൽ പറഞ്ഞിരുന്നത് സൗദി അറേബ്യ പണം നൽകി പാകിസ്ഥാനെ സഹായിക്കും, പാകിസ്ഥാന് പണത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ പകരം പാകിസ്ഥാൻ എന്ത് ചെയ്യണം? പാകിസ്ഥാൻ ചെയ്യേണ്ടത് സൈനികമായി സൗദി അറേബ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അതുപോലെ സൗദിക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സൈനികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകണം. അതായത് സൗദിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, പക്ഷേ അവർക്ക് യുദ്ധത്തിൽ ഇറങ്ങുവാൻ പറ്റിയ നല്ലൊരു ആർമി ഇല്ല എന്ന് നമുക്കറിയാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൗദി പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് തയ്യാറായി. പാകിസ്ഥാൻ ഇതറിയാവുന്ന കാരണം സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് ധാരാളം പണം അവർ കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആക്രമണം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആക്രമണം നടന്നപ്പോൾ പാകിസ്ഥാനെ പിക്ചറിലെ കാണാതെ അവരിപ്പോ സമാധാനം എന്ന് പറഞ്ഞു നടക്കുകയാണ്. സൗദി അറേബ്യക്ക് സൈനിക സഹകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ സെലൻസ്കി ചെയ്യുന്നത് പാകിസ്ഥാൻ സൈൻ ചെയ്തിട്ടുള്ള ഡീലിനുള്ളിലേക്ക് സെലൻസ്കി കടന്നു കയറുവാനാണ് ശ്രമിക്കുന്നത്. അതായത് ആ ഡീലിനെ ബൈപ്പാസ് ചെയ്ത് ആ ഡീല് തട്ടിയെടുക്കാനാണ് സെലൻസ്കി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുവഴി ഉക്രൈന് വേണ്ടുന്ന സാമ്പത്തിക ഫണ്ട് റൈസിംഗ് സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുവാൻ ഒരു ശ്രമമായിട്ട് വേണം നമ്മൾ ഉക്രൈൻ സൗദിയോട് സൈൻ ചെയ്ത ഈ ഡീലിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ സെലൻസ്കി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ 4 വർഷമായി റഷ്യയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇറാനിൽ നിന്നുള്ള ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈന്റെ ഉള്ളിൽ നല്ല രീതിയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രോണുകൾ തകർക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ ആരുടെ കയ്യിലുണ്ട്? ഉക്രൈന്റെ കയ്യിലുണ്ട്. അവരത് വികസിപ്പിച്ചിട്ടുണ്ട്. അതൊരു തരം കോഡ്കോപ്റ്റർ ആണ്. അതായത് ഒരു മാസം ഏകദേശം 10,000 യൂണിറ്റുകളാണ് ഉക്രൈൻ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ ഉണ്ടല്ലോ, അവ നിർമ്മിക്കാനായിട്ട് ഏകദേശം 30 മുതൽ 40 ലക്ഷം രൂപ വരെ ചെലവുണ്ട്. എന്നാൽ ഉക്രൈൻ ഈ വികസിപ്പിച്ചിരിക്കുന്ന ആന്റി ഡ്രോൺ കോഡ്കോപ്റ്ററുകൾ നിർമ്മിക്കാൻ ഒരെണ്ണത്തിന് ഏകദേശം 2 ലക്ഷം രൂപയുടെ ചെലവ് മാത്രമേ വരികയുള്ളൂ. കൂടുതൽ യൂണിറ്റുകൾ ഉക്രൈൻ ഉത്പാദിപ്പിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സെലൻസ്കി സൗദി അറേബ്യയോടും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടും പറയുന്നത്, നിങ്ങൾ പണം കൊടുക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും. സൗദി മാത്രമല്ല, ഇപ്പോ ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളായിട്ട് സെലൻസ്കി പുതിയ ഡീലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 200-ലധികം ഉക്രൈൻ മിലിറ്ററി എക്സ്പെർട്ടുകൾ ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോണുകളുടെ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഡ്രോണുകൾ പ്രവർത്തിക്കുന്ന വളരെ സിമ്പിൾ സിസ്റ്റം രീതിയിലൂടെയാണ് ഈ ഡ്രോണുകളും പ്രവർത്തിക്കുന്നത്. ഈ ഡ്രോണുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എഞ്ചിനാണ്. ഇതിന് ഏകദേശം 185 km/h ആണ് സ്പീഡ് ഉള്ളത്. 1800 മുതൽ 2000 കിലോമീറ്റർ റേഞ്ചും കിട്ടും. അതുപോലെ ആവശ്യമുള്ള അനുസരിച്ച് ഒരു 40 കിലോ വരെ പേലോഡ് ഉണ്ട് എക്സ്പ്ലോസീവ് വഹിക്കാനായിട്ടുള്ളത്. ഇവ ആയിരക്കണക്കിന് എണ്ണം ഒരുമിച്ച് ഒരു രാജ്യത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ ഓവർവെൽം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സെലൻസ്കി ഇപ്പോൾ യൂറോപ്പിനോട് ചെറിയ രീതിയിൽ ഇഷ്ടക്കേടലാണുള്ളത്. സെലൻസ്കി പറയുന്നത്, ഞാൻ 4 വർഷമായി സഹായം യൂറോപ്പിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ യൂറോപ്പ് തീരുമാനം എടുക്കാനായിട്ട് എപ്പോഴും വൈകുകയാണ്. അതുപോലെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളും പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് സെലൻസ്കി പുതിയ മാർഗ്ഗങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗൾഫ് രാജ്യങ്ങൾ, അവരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഉള്ള ഡിഫൻസ് വീക്കാണ്. അവർക്കൊരു എക്സ്പെർട്ടീസിനെ വേണം. ആ എക്സ്പെർട്ടീസിനെ കൊടുക്കുകയാണ് സെലൻസ്കി ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടന്റ് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്.